പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവവചനത്തിന്റെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാം വചനം. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. 15-ാം വചനം. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവരെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കുകയും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. കർത്താവാണ് നല്ല ഇടയൻ. അപ്പോൾ ഈ വചനത്തിൽ ഓർപ്പെടുത്തുകയാണ്, ഈ കർത്താവ് നല്ല ഇടയനായതുകൊണ്ട് ഈ ആടുകളെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നവനാണ് ഈ നല്ല ഇടയൻ. ഈ ഇടയൻ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്ന ആളല്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10 വചനത്തിൽ ഇങ്ങനെ കർത്താവ് ഓർപ്പെടുത്തുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടിയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, കള്ളൻ വരുന്നത് അല്ല, ദുഷ്ടൻ സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നിരിക്കുന്നത് നമ്മളെ നല്ല പാതയിലൂടെ നയിക്കാനുള്ള നല്ല ഇടയനാണ്. അപ്പൊ നമുക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഇടയനാണ് ഈ കർത്താവ് എന്ന് ഓർപ്പെടുത്തിയ. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന മറ്റാരെയും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ, ഈ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ഓർക്കുക, ഈ കർത്താവ് ഒരിക്കലും നമ്മളെ കളഞ്ഞിട്ട് പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഈ കർത്താവ് നമ്മളെ കൈവിട്ടിട്ട് പോകത്തില്ല. കർത്താവിന്റെ ശിഷ്യന്മാര് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവില്ലായിരുന്നു. ഇതാ രാത്രിയിൽ പെട്ടെന്ന് കാറ്റടിച്ചു, കോളുണ്ടായി, തിരമാലകൾ ഇളകി മറിയാൻ തുടങ്ങിയപ്പോൾ അവർ മുങ്ങിത്താഴുന്ന അവസ്ഥയാണ്. അപ്പൊ അവർ കർത്താവിനെ വിളിക്കുക. ആ സമയത്ത് തന്നെ കർത്താവ് ഇതാ ഈ കടൽ തിരമാലകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് കർത്താവിനെ വിട്ടിട്ട് കടലിലേക്ക് പോയി മത്സ്യം പിടിക്കാൻ പോയപ്പോൾ ഒന്നും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത് ഈ കർത്താവ് കരയിൽ അപ്പവും അതോടൊപ്പം ഈ മത്സ്യത്തെയൊക്കെ ചുട്ടുവെച്ചിട്ട് ഇവരെ വിളിച്ചിട്ട്, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുവാൻ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഓർക്കുക, ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പട്ടിണിയിലും നമ്മുടെ ബുദ്ധിമുട്ടിലും നമ്മുടെ രോഗാവസ്ഥകളിലും തകർച്ചകളിലും എല്ലാ സമയങ്ങളിലും ഈ കർത്താവ് നമ്മളെ കൂടെ നടക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ കൈ പിടിച്ചു കൊണ്ട് നടക്കും. അതുകൊണ്ട് ഈ നല്ല ഇടയൻ കർത്താവാണ്. മനുഷ്യർക്ക് ഒരുപക്ഷെ നമ്മളെ ഒരു പരിധിക്കുള്ള സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, മനുഷ്യർക്ക് ഒരു പരിധിക്കുള്ള സ്നേഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ നല്ല ഇടയനെ കർത്താവ് ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും നമ്മുടെ കൂടെ നിൽക്കുക. അതാണ് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്നെ ഞാൻ ഉള്ളങ്കയിൽ വരച്ചു വെച്ചിരിക്കുന്ന യശയ്യാപ്രവാചകനിലൂടെ കർത്താവ് നമ്മളെ ഓർപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ നല്ല ഇടയനായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈ കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന ഒരു വലിയ കർത്താവിന്റെ സ്വപ്നം. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സ്നേഹത്തിലൂടെ ഐക്യത്തിലൂടെ ഒന്നാക്കിക്കൊണ്ട് അങ്ങനെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനും ലോകത്തിലുള്ള എല്ലാ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വന്നവനായ യേശുക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാം. ഈ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം ആരംഭിക്കാം. അപ്പോൾ നല്ല ഇടയൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരാളെ നശിപ്പിച്ച് കളയാത്ത, എല്ലാവർക്കും തൻ്റെ ശരീരം പകർത്തു കൊടുത്തവനായ ആ നല്ല ഇടയനായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യാൻ പറ്റും, അനേകരെ രക്ഷിക്കാൻ പറ്റും. തകർന്നു കിടക്കുന്ന ഭേദമന്യേ തകർന്ന് തരിപ്പുടമായി കിടക്കുന്ന അനേക മക്കളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സ്നേഹം കൊടുക്കാനും അവർക്ക് നന്മ കൊടുക്കാനും പറ്റും. അതാണ് ക്രൈസ്തവ സഭയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകർക്ക് നന്മ കൊടുക്കുന്നു. എന്നാൽ അനേക മക്കളുണ്ട് ലോകത്തിൽ, അനേക വിഭാഗത്തിൽപ്പെട്ട അനേക സമൂഹത്തിലൊക്കെപ്പെട്ട കർത്താവ് നിറഞ്ഞിരിക്കുന്ന, ദൈവം നിറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. അവരൊക്കെ ലോകത്തിന് നന്മ ചെയ്യുന്നവരാണ്, ലോകത്തെ ഒരിക്കലും നശിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് നമുക്കും ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം, ഒരു നന്മയുള്ള വ്യക്തിയായിട്ട് മാറാൻ, സ്നേഹം നിറഞ്ഞ വ്യക്തിയായിട്ട് മാറാൻ, കർത്താവിൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് മാറാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതുപോലെ തന്നെ ആമേൻ.